ഈ ദുനിയാവിൽ ധാരാളം പ്രവാചകന്മാരും ഔലിയാക്കളും വന്നിട്ടുണ്ട്. ദിക്ർ ചെല്ലുന്ന സമയത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോ നബിയെയും വലിയെയും ഒന്നൊന്നായി തസവ്വുർ ചെയ്യാവുന്നതാണ്. ആരെ തസവ്വുർ ചെയ്യുമ്പോഴാണോ ദിക്റിന്റെ വേഗത കൂടുന്നതും ദിക്റിൽ പുരോഗതി ഉണ്ടാകുന്നതും താങ്കളുടെ വിധി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ തസവ്വുർ ചെയ്യാൻ തിരഞ്ഞെടുക്കുക. കാരണം ഓരോ വലിയും ഒരു പ്രത്യേക നബിയുമായി ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നബി ഭൗതികമായി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നതിൽ സംശയമില്ല. ഓരോ ഭക്തന്റെയും വിധി ഒരു പ്രത്യേക വലിയിൽ കൂടിയാണ് നിലനിൽക്കുന്നത്. ആത്മീയാനുഗ്രഹം ലഭ്യമാകുന്നതിന് ഷെയ്ഖ് ജീവിച്ചിരിക്കണം എന്നത് ഒരു വ്യവസ്ഥയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ചില ഭാഗ്യവാന്മാർക്ക് കാമിൽ ദാത്തായ എന്നാൽ ഭൗതികമായി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഷെയ്ഖുമാരിൽ നിന്നും മലക്കുത്തി അനുഗ്രഹം ലഭ്യമാകാറുണ്ട്. എന്നാൽ ഇത് അപൂർവമാണ്. ഇമാം മെഹ്ദി സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി അവറുകളുടെ ദീൻ ഇലാഹി കിതാബിൽ